പാലക്കാടായിട്ട് കവ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ 27 വർഷത്തെ ജേണിയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കവ. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റർ ഡേയിൽ ഫസ്റ്റ് ടൈമായിട്ട് കവ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ പോകുന്ന ടൈം കുറച്ച് സീനായിരുന്നു കേട്ടോ. പോകുന്ന സമയം 6 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കവയ്ക്ക് പോയില്ല. കവ ഫുള്ളും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ കാട് മൂടി കിടക്കുമായിരുന്നു. പിന്നെ കുറച്ചധികം ആൾക്കാരും കവയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കവ കഴിഞ്ഞ് ഒരു 1-ാം പാലം പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ തൊട്ടായിട്ട് ഇതുപോലെ ഒരു അടിപൊളി സീനറി ഉണ്ടായിരുന്നു. അവിടെ അധികം ആൾക്കാരില്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ അധിക സമയം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മക്കളെയും എല്ലാവരെയും നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് കളിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ, മലമ്പുഴയുടെ അടുത്ത് ഒഴുകി വരുന്ന വെള്ളമാണ്. അടിപൊളിയായിരുന്നു ഇവിടുത്തെ സീന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെയൊക്കെ. ഞാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നതും റോഡ് സൈഡിൽ നിന്ന് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിറങ്ങിയില്ല. എൻ്റെ മദർ ഇൻ ലോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മക്കളെല്ലാവരും വെള്ളത്തിലിറങ്ങിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ സ്ഥലം. നിങ്ങളിത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, കവ കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു 1-ാം പാലം പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ തൊട്ടായിരുന്നു. പോകുന്ന വഴിക്ക് 7 മണി ആയിട്ടില്ലെങ്കിലും ഭയങ്കര ഇരുട്ടായിരുന്നു. ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് പേടിയോടെയാണ് പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈസ്റ്റർ ഡേ നമ്മൾ ഇങ്ങനെയാണ് തീർത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ ചാനലാണ്, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ ബൈ.